ഇനി മീനക്കൂറാണ്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനക്കൂറ്. ലഗ്നത്തിൽ ശനിയാണ്, 7.5 ശനിയാണത്. അത് എൻ്റെ മധ്യഭാഗമാണ്. അതിൻ്റേതായിട്ടുള്ള ദുരിതങ്ങൾ ഉണ്ടാകുമെങ്കിലും വ്യാഴത്തിൻ്റെ അനുകൂലമായിട്ടുള്ള നിൽപ്പ് കൊണ്ട്, 5-ാം ഭാവത്തിലെ സ്ഥിതി കൊണ്ട് പല ഗുണങ്ങളും ഇവർക്കുണ്ടാകും. അതായത് സൃഷ്ടിപരമായിട്ടുള്ളത്, ഗവേഷണം, അതുപോലെ വിദ്യാഭ്യാസം, കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അധ്യാപനം, അതുപോലെ ഇങ്ങനെയുള്ള പ്രവർത്തനത്തിലൊക്കെ ഉള്ളവർക്ക് മികച്ച നേട്ടങ്ങളുണ്ടാക്കാൻ സാധിക്കുന്ന കാലമാണ്. കാര്യം ഈ ശനിയുടേതായിട്ടുള്ള ഒരു മടിയും ക്ഷീണവും നമുക്ക് അംഗീകാരമില്ല എന്നൊരു തോന്നലും ഇതൊക്കെ ഉണ്ടാകാമെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതാണ്. 4-ാം ഭാവത്തിലാണ് ബുധൻ, അത് വക്രത്തിലാണ്. അതുകൊണ്ട് ചില ഓഫീസിൻ്റെ സ്ഥാനമാറ്റം അല്ലെങ്കിൽ നമ്മുടെ ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്കുള്ള പ്രവൃത്തി മാറ്റം ഒക്കെ ഉണ്ടാകാൻ, അതുപോലെ വീട് അല്ലെന്നുണ്ടെങ്കിൽ താമസ സ്ഥാനം മാറുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടക്കുക, അതിലേക്ക് പ്രവർത്തനങ്ങൾ കൊണ്ടുപോവുക, ഇതൊക്കെയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. പുതിയ നേതൃത്വ ചുമതലകളും മറ്റും ഒക്കെ നമുക്ക് വരും. അതുപോലെ നമ്മുടെ ജോലിയെ കൊണ്ട്, നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികളെ കൊണ്ട് മേലുദ്യോഗസ്ഥന്മാരോ ഒക്കെ നമുക്ക് അംഗീകാരം തരികയും അതുമൂലം സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. ധനപരമായിട്ട് വീട്, വാഹനം മുതലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ധനം ചെലവ് ചെയ്യേണ്ടതായിട്ട് വരാം. അത് ദീർഘകാലമായിട്ടുള്ള സൂക്ഷിച്ചുള്ള നിക്ഷേപം ആയിട്ട് വേണം ചെയ്യാൻ. താൽക്കാലിക നിക്ഷേപങ്ങളാകരുത്. എന്തെന്നാൽ ദീർഘകാലത്തേക്ക് ഫലം നൽകുന്നവയാണ് ഈ മാതിരിയുള്ള നിക്ഷേപങ്ങളൊക്കെയും. ആരോഗ്യപരമായിട്ട് കാല് സംബന്ധിച്ചുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ കാൽമുട്ട്, സന്ധി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേദന ഉണ്ടാവുക ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉറക്കക്കുറവും അതുമൂലമുണ്ടാകുന്ന ക്ഷീണവും ഒക്കെ സൂക്ഷിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് കുടുംബത്തിൽ പൊതുവെ ഐക്യവും സന്തോഷവും സുഖവും ഒക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. മാതാപിതാക്കന്മാരുടെയും ഗുരുകാരണവന്മാരുടെയും ഒക്കെ അനുഗ്രഹവും പിന്തുണയും ലഭിക്കേണ്ട കാലമാണ്. വീട്ടിലൊരു ശുഭകർമ്മം നടക്കാനും സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് ശനി ദേവനെ ഭജിക്കുക, അങ്ങനെയുള്ള മന്ത്രം ജപിക്കുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലം നൽകും. ശാസ്താക്ഷേത്രത്തിൽ എള്ള് കിഴി കൊണ്ടുള്ള നീരാജനം നടത്തുക, എള്ള് പായസം നിവേദ്യം നടത്തുക, അതുപോലെ പഞ്ചാക്ഷര മന്ത്രം നിത്യേന ജപിക്കുക, ഇതൊക്കെയും സദ്ഫലങ്ങൾ കൊണ്ടുവരാൻ പര്യാപ്തമാണ്, നല്ലതാണ്. നമസ്കാരം.